ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശങ്ങളിലെ കൃഷികളും അവിടുത്തെ ചെറിയ ചെറിയ ഗ്രാമ വഴികളും അവിടുത്തെ കൃഷികളും ഫ്രൂട്ട്സുകളും അതൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ ലൊക്കേഷൻ്റെ അടുത്തുള്ള കാഴ്ചകളാണ് നമ്മൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പോണ വഴിയൊക്കെ ഒരു ചെറിയ വഴിയാണ്, ഒരു കാറിന് പോകാനുള്ള വഴിയുള്ളൂ. ഇവിടെയൊക്കെ നമ്മളിപ്പോൾ പോണതൊരു ചെറിയൊരു ഗ്രാമം പോലത്തെയാണ്. ഒരുപാട് കൃഷികളുള്ള ഒരു ഏരിയയാണിത്. ഇറ്റലിയിലെ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് കാണാത് ടുബാക്കോ എന്നാണ്, പുകയിലയാണൊക്കെ പറയണത്. കൃഷി ഒരുപാട് അങ്ങനെ ലെങ്ത്തിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഓറഞ്ച് തോട്ടം കാണാം. അറ്റം വരെ ഓറഞ്ച്, ആവശ്യം പോലെ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് സൂം ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. നന്നായിട്ടുണ്ടായിട്ട് ഇത് അറ്റം വരെ ഓറഞ്ച് തോട്ടാണ്. ഇപ്പോൾ ഒരുപാട് താഴെ വീണ് കിടക്കുന്നുണ്ട്. കാണാം. ഇതിപ്പോൾ മഴ കഴിഞ്ഞിട്ടുള്ള സീസൺ ആയതുകൊണ്ട് ഇതിപ്പോൾ ഓറഞ്ച് പൊട്ടിക്കണില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ വഴി ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതൊക്കെ എന്തോ മഴ കഴിഞ്ഞിട്ടുള്ള ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു പൊട്ടിക്കാത്തത്. ഒരുപാട് താഴെ കൊഴിഞ്ഞ് കിടക്കുന്നത് കാണാം. അങ്ങനെ ഒരുപാട് നീട്ടത്തിലുണ്ട് അങ്ങോട്ട് ഓറഞ്ച് തോട്ടം. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വേറെ കാണാനുള്ളത് ഇതൊക്കെ ഓറഞ്ച് തോട്ടാണ്. ഈ അറ്റം പിന്നെ ഇവിടെ ഒരു മുല്ലപ്പൂ പോലത്തെ ഒരു പൂവാണ്. നല്ല സ്മെല്ലാണ് ഇതിന്. ഇതല്ല, പിന്നെ വീണ്ടും ടുബാക്കോ കൃഷി, പുകയിലുണ്ട്. പിന്നെ തക്കാളി കൃഷി. ഇവിടെ ഇപ്പോൾ വേനൽക്കാലമായി, അത്യാവശ്യം നല്ല ചൂടുണ്ട്. തക്കാളിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ മത്തങ്ങ കൃഷിയാണ്. ഇതൊരു മലയുടെ പ്രദേശമാണ്, താഴ്വാരാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പോയി നോക്കാം. ഈ ചെറിയ ചെറിയ മരങ്ങൾ കാണുന്നത് ഒലീവിൻ്റെ മരങ്ങളാണ്. അത് പൂത്ത് തുടങ്ങുന്ന ടൈമായിട്ടുള്ളൂ. ഒലീവ് ഇവിടെ മത്തങ്ങ കൃഷിയാണ്. മത്തങ്ങ മുളച്ച് വരണുള്ളൂ. ഇതൊക്കെ ഒലിവിൻ്റെ മരങ്ങളാണ്, വെട്ടി നിർത്തിയേക്കാണ്. ഒരുപാട് ഒലിവ്, ടുബാക്കോ, പിന്നെ പ്ലം കൃഷി. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ടൈമാണ്. നന്നായിട്ട് ഫ്രൂട്ട്സൊക്കെ പിടിക്കുന്ന കാലാവസ്ഥയാണ് ഇവിടുത്തെ. അതുപോലെ ഫ്രൂട്ട്സുകൾക്കൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിപ്പോൾ കാണുന്നത് പ്ലമ്മിൻ്റെ തോട്ടാണ്. നിറച്ച് പ്ലം മരങ്ങളാണ് ഉണ്ടായത്. കാണിച്ചു തരാം. പ്ലമ്മിൻ്റെ തോട്ടാണ്. പ്ലം
നമ്മുടെ അവിടുത്തെ ഒരു ആപ്പിൾ പ്ലമ്മിൻ്റെ ഒരു ഇതിന് കട്ടുണ്ട് പ്ലമ്മിന്. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. പുളിയൊന്നുമില്ല, നല്ല മധുരമാണ്. ഇതിപ്പോൾ ഒരുവിധം പഴുപ്പാകുമ്പോൾ റെഡ് കളറും, നല്ല പഴുപ്പാകുമ്പോൾ തനി ബ്ലാക്ക് കളറിലേക്ക് എത്തും. നമുക്ക് കൂടുതൽ വേറെ കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ ആപ്രിക്കോട്ട് എന്ന് തോന്നുന്നു ഈ ഫ്രൂട്ടിൻ്റെ പേര്. ഇതിപ്പോൾ പച്ച കളറാണ്, ഇതൊരു ഓറഞ്ച് കളറിലേക്ക് മാറും. ആപ്രിക്കോട്ട് എന്നാണ് തോന്നുന്നു ഞാൻ പറഞ്ഞത്, കറക്റ്റ് പേര് അറിയില്ല. ഇതൊരു ചെറിയൊരു പുളിയോട് കൂടിയൊരു ടേസ്റ്റാണ് ഈ ഫ്രൂട്ടിനുള്ളത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പ്ലമ്മിനെ കുറച്ചുകൂടി അടുത്ത് ഇങ്ങനെ മരത്തിൻ്റെ തണ്ടിനോട് ചേർന്നാണ് പ്ലമ്മൊക്കെ ഉണ്ടാവുന്നത്. ഇതെവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ തോട്ടം ഫുള്ളും പ്ലമ്മ് തന്നെയാണെന്ന് തോന്നുന്നു. മൊത്തം ഒരുപാട് പ്ലമ്മിൻ്റെ മരങ്ങളുണ്ട് ഇവിടെ. പ്ലമ്മാണ് നമ്മുടെ നാട്ടിലെ ആപ്പിൾ പ്ലമ്മ് ഏകദേശം ഇതിൻ്റെ കട്ടാണ്. പക്ഷെ നല്ല അവിടുത്തെ പ്ലമ്മിന് ഇത്തിരി പുളിപ്പുണ്ടെങ്കിലും ഈ പ്ലമ്മിന് പുളിയൊന്നുമില്ല, നല്ല മധുരം തന്നെയാണ്. ഒരുപാട് ഉണ്ടായിട്ടാ, അതിൻ്റെ തണ്ടിനോട് ചേർന്നാണ് ഉണ്ടായിരിക്കണേ. അപ്പം ഇനി നമുക്കവിടെ കുറച്ചുകൂടി പോയി നോക്കാം. ഇത് നിറച്ച് പ്ലമ്മിൻ്റെ തോട്ടാണ്. അടുത്ത് കുറച്ചുകൂടി ഉണ്ട്. ഇത് അവിടെ ഇപ്പോൾ പ്ലം ഉണ്ടായി വരണുള്ളൂ, മഞ്ഞ കളറായിട്ടുള്ളൂ കാണാൻ. കുറച്ചുകൂടിയും പോയി നോക്കാം നമുക്ക്. ഈ ഏരിയ ഫുള്ള് പ്ലമ്മിൻ്റെ തോട്ടം തന്നെയാണ്. ഇതിവിടെ ഉണ്ടായതും തുടങ്ങി മൂക്കാത്തതുണ്ട്, പല കളറായിരിക്കും. നമ്മൾ പ്ലം ഉണ്ടായി വരുമ്പോൾ തന്നെ ഉള്ള കളറ് മഞ്ഞേന്ന് ചെറിയ ഓറഞ്ച്, അത് കഴിഞ്ഞ് പിന്നെ ചെറിയ പഴുപ്പാകുമ്പോൾ റെഡ്, നല്ല പഴുപ്പാകുമ്പോൾ ബ്ലാക്ക് കളറൊക്കെ ആവും. ഇതാണ് പ്ലമ്മിൻ്റെ ആദ്യത്തെ കളർ എന്ന് പറയുന്നത്. പച്ചേന്ന് ചെറിയ മഞ്ഞ, പിന്നെ ഓറഞ്ച്, പിന്നെ റെഡ് കളറൊക്കെ ആവും. ഏറ്റവും ലാസ്റ്റ് ബ്ലാക്ക് കളറ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പ്ലം കഴിക്കാനായിട്ട്. പിന്നെ ഇവിടെ ടുബാക്കോ കൃഷിയുണ്ട്, പുകയില. ഇത് പുകയില എന്ന് പറഞ്ഞ് എന്താ വിളവെടുപ്പ് ഇപ്പോൾ ഏകദേശം കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെയൊക്കെ ഇപ്പോൾ പ്ലമ്മിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ നല്ല സീസണാണെന്ന് തോന്നുന്നു. എല്ലാവിടെയും പ്ലമ്മൊക്കെ ഉണ്ടായി കാണാം. ഇതൊരു മലയുടെ ഒരു പ്രദേശമാണ്, മലയുടെ താഴ്വാരം എന്നൊക്കെ പറയാം. ഇവിടെ ഒരുപാട് കൃഷികളാണുള്ളത്, വീടുകളൊക്കെ കുറവാണ്. ഒരു ഗ്രാമം തന്നെയാണ്. ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ കൃഷി പുകയിലും പ്ലമ്മ്, പിന്നെ അതേപോലത്തെ ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ ഒക്കെ സീസണാണ്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം ഓരോ തോട്ടങ്ങൾ. ഇതിപ്പോൾ പ്ലമ്മിൻ്റെ തോട്ടങ്ങളാണ്. പ്ലമ്മും പിന്നെന്തോ ഒരു അമ്പഴങ്ങ പോലെയൊക്കെയുള്ള ഫ്രൂട്ട്സാണ്. നല്ല അടിപൊളി സീനറിയൊക്കെയാണ് ബാക്കിൽ മലയും. ഇതൊക്കെ ഫുള്ള് പുകയില കൃഷിയാണ്. പുകയില ടുബാക്കോ എന്നാണ് തോന്നുന്നു, എന്നാണ് പറഞ്ഞത്, കറക്റ്റ് അറിയില്ല. പിന്നെ സൈഡിലൊക്കെ നിൽക്കുന്നത് പ്ലമ്മിൻ്റെ മരങ്ങളാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് നീലപ്പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പ്ലം മരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ വഴിയിൽ കാണുന്നത്. ഇതിപ്പോൾ ഒലീവിൻ്റെ മരങ്ങളും പിന്നെ ചോളമാണെന്ന് തോന്നുന്നു, ചോളാണ്. ചോളത്തിൻ്റെ ഇതാണ് കൃഷി. പിന്നെ ഒലീവിൻ്റെ മരങ്ങളാണ് ഈ സൈഡിൽ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. ഒലിവ് പൂക്കണ ടൈമാണ്, പൂത്ത് ചെറുതായിട്ട് പൂക്കളൊക്കെ ഉണ്ട് ഒലിവിൻ്റെ.
ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ പ്ലമ്മിൻ്റെയാണ് കൃഷി. ഈ വലിയ മരങ്ങളൊക്കെ കാണുന്നതൊക്കെ പ്ലമ്മാണ്. നമുക്കിനി ഈ വഴിയോടെ പോയി നോക്കാം. ഇവിടുത്തെ പ്ലം നന്നായി ഡാർക്ക് കളറിൽ പഴുത്തേക്കണ കാണാം. ബ്ലാക്ക് കളറ്, തനി ബ്ലാക്ക് കളറിലേക്ക് ആയിട്ടുണ്ട് പ്ലമ്മൊക്കെ പഴുത്ത്. കാണാൻ പറ്റുമെന്ന് അറിയില്ല, നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ബ്ലാക്ക് കളറിലൊക്കെ കിടക്കണം. കുറച്ചുകൂടി അടുത്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എല്ലാം പ്ലമ്മിൻ്റെ തോട്ടമാണ് ഇത്. ആവശ്യം പോലെ പ്ലം ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കാറായിട്ട് ഇതൊന്നും ഒരു പൊട്ടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. നല്ല ബ്ലാക്ക് കളറിലായി എല്ലാം പ്ലമ്മ്. ഇതെന്തോ വേറൊരു ഫ്രൂട്ടാണ്, ആപ്രിക്കോട്ടാന്ന് തോന്നുന്നു ഫ്രൂട്ടിൻ്റെ പേരുകളൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ. ഫ്രൂട്ടിൻ്റെയൊക്കെ അത്യാവശ്യം ഇതൊരു ഇത് പ്ലമ്മല്ലാന്ന് തോന്നുന്നു. ഇത് വേറെ എന്തോ ഒരു ഫ്രൂട്ടാന്ന് തോന്നുന്നു. ഇത് വേലിയുടെ തൊട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഫ്രൂട്ടുകൾ കാണാം, നല്ല പച്ച കളറും ഇതൊക്കെ ഉണ്ട്. നല്ല റെഡ് റോസ് കളറിലുണ്ട്. റോസ് കളറാണ് ഇതൊക്കെ. അങ്ങനെ പിന്നെ ഇവിടെ ഇത് കൃഷി വിളവെടുപ്പ് കഴിഞ്ഞതാന്ന് തോന്നുന്നു ഏരിയയിൽ. കുറച്ചങ്ങോട്ട് പോയി നോക്കാം നമുക്ക് വേറെ കൃഷികളൊക്കെയാന്നൊക്കെ. ഈ ഏരിയയിൽ പ്ലം തന്നെയാണ്. പിന്നെ ഇവിടെ ചോളാന്ന് തോന്നുന്നു, ചോളത്തിൻ്റെയാന്ന് തോന്നുന്നു. ചോളം പോലെ ഉണ്ട്. ചെറിയ വഴികളും ചുറ്റും പ്ലമ്മും അങ്ങനെ ഓരോരോ കൃഷികളാണ് ഇവിടെ. ഇതൊരു പള്ളി, അവിടെ ഒരു പള്ളി കാണാം. കുറച്ചും കൂടി അങ്ങോട്ട് പോയൊരു പള്ളി കാണാം.
ഒരു ഓറഞ്ച് തോട്ടം നമുക്കിവിടെ കാണാൻ പറ്റും. ഓറഞ്ചുകളൊക്കെ ആവശ്യം പോലെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഓറഞ്ച് തോട്ടം. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഓറഞ്ച് തോട്ടം തന്നെയാണ് കാണുന്നത്. ഓറഞ്ച് ആവശ്യം പോലെ ഉണ്ടായിട്ടുണ്ട്. അത് പൊട്ടിക്കാനുള്ളതാന്ന് തോന്നുന്നു ഓറഞ്ച്. ഇവിടുത്തെ ഈ ടൈമിൽ മഴ പെയ്ത് കഴിഞ്ഞ കാരണം ഈ ടൈമിലുണ്ടാവണ ഓറഞ്ച് ആരും പൊട്ടിച്ച് ഉപയോഗിക്കണമെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് പൂവുണ്ടായിട്ട് നല്ല മണമാണ് ഈ വെള്ളപ്പൂവിന്. നമ്മുടെ മുല്ലപ്പൂവിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ പൂവ്. മുകളിൽ റോഡ്. ഏകദേശം കുറച്ചൊരു സിറ്റിയുടെ അടുത്തൊക്കെ എത്തി. ഏകദേശം ഇനി അങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ ഏകദേശം സിറ്റിയാണ്. അപ്പോൾ നമുക്ക് തിരിക്കാം.